ഇന്ന് ഇക്കാര്യങ്ങൾ വിശദീകരിക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ സർവകക്ഷി യോഗം വിളിച്ചിട്ടുണ്ട്. രാവിലെ 11 മണിക്കാണ് സർവകക്ഷി യോഗം. ഈ സർവകക്ഷി യോഗത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷായും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും പങ്കെടുക്കുന്നുണ്ട്. പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് രാഹുൽ ഗാന്ധി, അതോടൊപ്പം തന്നെ മല്ലികാർജുൻ ഖാർഗെ ഉൾപ്പെടെയുള്ള മുതിർന്ന പ്രതിപക്ഷ നേതാക്കൾ അടക്കം ഭാഗമാവുകയും ചെയ്യുന്നുണ്ട്. ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ എന്ന ദൗത്യത്തിലൂടെ എന്താണ് നടത്തിയത് എന്നും അത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങളും ആയിരിക്കും ഈ സർവകക്ഷി യോഗത്തിൽ ഇന്ത്യ വിശദീകരിക്കുക, അല്ലെങ്കിൽ ഭരണകക്ഷി വിശദീകരിക്കുക. അതോടൊപ്പം തന്നെ തുടർ നടപടികൾ, അതിന്റെ രഹസ്യ സ്വഭാവം നഷ്ടപ്പെടാത്ത തരത്തിൽ ഇന്ത്യ ലക്ഷ്യം വെക്കുന്നത് എന്താണ് എന്നത് സംബന്ധിച്ച വിവരങ്ങളും ഇന്നത്തെ സർവകക്ഷി യോഗത്തിൽ ഇന്ത്യ പങ്കുവെക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നും ഇപ്പോഴും പ്രകോപനം തുടരുന്നു എന്ന് മാത്രവുമല്ല, ഇന്നലെ പാക് പാർലമെന്റിൽ പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് വലിയ തോതിൽ പ്രകോപനം സൃഷ്ടിക്കുന്ന പരാമർശങ്ങൾ ആണ് നടത്തിയത്. അതായത് പാകിസ്ഥാനിലെ സാധാരണക്കാരായ ആളുകളെ ആണ് ഇന്ത്യ ആക്രമിച്ചത്. അങ്ങനെ 26 സാധാരണക്കാർ ആണ് മരണപ്പെട്ടത്. ഇന്ത്യ സാങ്കല്പിക തീവ്രവാദ കേന്ദ്രങ്ങൾ ആണ് ആക്രമിച്ചത് എന്നുള്ള പരാമർശം വരെയാണ് പാക് പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്നുണ്ടായത്. ഒരുപക്ഷെ ലോകരാഷ്ട്രങ്ങൾ പോലും അതിനെ വിചിത്രമായ പ്രതികരണം എന്ന് നിരീക്ഷിക്കുന്നുണ്ടാകും. കാരണം പാകിസ്ഥാനിലെ ഭീകരവാദിയായിട്ടുള്ള, ലോകരാഷ്ട്രങ്ങൾ ഭീകര പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ആൾ തന്നെയാണ് മസൂദ് അസർ എന്നത്. ഈ മസൂദ് അസർ തന്നെയാണ് തൻ്റെ കുടുംബാംഗങ്ങൾ കൊല്ലപ്പെട്ടു എന്ന വിവരം ഔദ്യോഗികമായി അറിയിച്ചത്. മാത്രവുമല്ല, ഈ ഭീകരവാദികളുടെ ബന്ധുക്കൾ അല്ലെങ്കിൽ ഭീകരവാദ പ്രവർത്തനങ്ങളിൽ വ്യാപൃതരായിട്ടുള്ളവരുടെ മരണാനന്തര ചടങ്ങുകളിൽ പാകിസ്ഥാന്റെ സൈന്യം അടക്കം പങ്കെടുത്തത്, ISI മേധാവികൾ ഉൾപ്പെടെ പങ്കെടുത്തതിന്റെ ദൃശ്യങ്ങൾ അടക്കം പുറത്തു വന്നിട്ടുണ്ട്. പാക് പതാക പുതപ്പിച്ചുകൊണ്ടായിരുന്നു ആ മൃതദേഹങ്ങൾ ഖബറടക്കിയത് എന്നത് ഉൾപ്പെടെ ദൃശ്യങ്ങൾ കണ്ടതാണ്. അങ്ങനെയൊരു സാഹചര്യത്തിലും സാധാരണക്കാരായ ആളുകളെയാണ് ഇന്ത്യൻ സൈന്യം ലക്ഷ്യം വെച്ചത് എന്ന പ്രകോപനപരമായ പരാമർശം ആണ് പാക് പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. അതുമാത്രവുമല്ല, ഇതിനുശേഷം പാകിസ്ഥാനിലെ ജനങ്ങളെ പാകിസ്ഥാനിലെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്ത സാഹചര്യം ഉണ്ടാകുന്നു. ആ അഭിസംബോധനയിൽ അദ്ദേഹം പാകിസ്ഥാനിലെ ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം കൂടി നൽകുന്നുണ്ട്. അതായത് ഇന്ത്യയിലേക്കുള്ള ആക്രമണം തുടരും, ഇന്ത്യയെ ഇനിയും ആക്രമിക്കും എന്ന് തന്നെയാണ് പാക് പ്രധാനമന്ത്രി പറഞ്ഞു വെച്ചത്. ജനങ്ങൾ ജാഗരൂകരായിരിക്കണം എന്ന നിർദ്ദേശം കൂടി പാകിസ്ഥാനിലെ ജനങ്ങൾക്ക് പാക് പ്രധാനമന്ത്രി നൽകി. മാത്രവുമല്ല, ഇന്ത്യ നടത്തിയിട്ടുള്ള മോക്ക് ഡ്രിൽ, അതിൻ്റെ മറ്റൊരു വശം എന്ന് തന്നെ പറയാം. അതായത് നമ്മൾ ഒരു തയ്യാറെടുപ്പിൽ ആയിരുന്നു. അതായത് രാജ്യത്ത് എവിടെ ആക്രമണം ഉണ്ടായാൽ പോലും അതിനെ ചെറുക്കാൻ ഓരോ പൗരനും തയ്യാറാകണം എന്ന നിർദ്ദേശം നൽകിയപ്പോൾ സമാനമായ നിർദ്ദേശം ഇപ്പോഴിതാ പാക് പ്രധാനമന്ത്രി അവിടുത്തെ ജനങ്ങൾക്ക് നൽകുന്നു. അതായത് രാത്രികാലങ്ങളിൽ നിർദ്ദേശമുണ്ടാകുമ്പോൾ ലൈറ്റുകൾ ഓഫാക്കണം, ആളുകൾ വീടിനകത്ത് തന്നെ തുടരണം, സർക്കാരിൻ്റെ നിർദ്ദേശം ഉണ്ടാകുമ്പോൾ മാത്രമേ പുറത്തിറങ്ങാൻ പാടുള്ളൂ എന്ന തരത്തിലുള്ള നിർദ്ദേശങ്ങളടക്കം പാക് പ്രധാനമന്ത്രി പാകിസ്ഥാനിലെ ജനങ്ങൾക്ക് നൽകുന്നുമുണ്ട്. അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് തീർച്ചയായും പാകിസ്ഥാൻ ഇപ്പോഴും പാഠം പഠിക്കുന്നില്ല എന്ന് തന്നെയാണ്. ഇന്ത്യക്ക് മേൽ പ്രകോപനം സൃഷ്ടിക്കേണ്ടത് പാകിസ്ഥാന്റെ ആവശ്യമാണ്. അത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലടക്കം തുടർച്ചയായി റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. സൈനിക ശേഷിയിലും ആയുധ കരുത്തിലുമൊക്കെ ഇന്ത്യയേക്കാൾ ബഹുദൂരം പിന്നിൽ ഉള്ള രാജ്യം ആണ് പാകിസ്ഥാൻ. കണക്കുകൾ പ്രകാരം പാകിസ്ഥാന്റെ സൈനിക ശേഷി 12ാം സ്ഥാനത്ത് നിൽക്കുന്നുവെങ്കിൽ ഇന്ത്യ 4ാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം ആണ്. അങ്ങനെയുള്ള ഒരു രാജ്യത്തോട് ഞങ്ങൾ ഏറ്റുമുട്ടിക്കൊണ്ടേയിരിക്കും എന്നാണ് ഇപ്പോൾ പാകിസ്ഥാൻ പ്രഖ്യാപിക്കുന്നത്. പ്രത്യേകിച്ച് പാക് മന്ത്രിയായിട്ടുള്ള ഖ്വാജ ആസിഫ് ആവർത്തിച്ച് നിലപാട്, ഇന്നലെയും അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ള ആവർത്തനം എന്നത് ഇന്ത്യക്ക് നേരെ വേണ്ടി വന്നാൽ ആണവ ആയുധം പ്രയോഗിക്കും എന്നത് അടക്കമുള്ള അങ്ങേയറ്റം പ്രകോപനപരമായ പരാമർശങ്ങൾ ഇപ്പോഴും പാക് മന്ത്രിമാരുടെ ഭാഗത്ത് നിന്ന് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഇതുവരെയും അത്തരത്തിലുള്ള പ്രകോപനപരമായ പരാമർശങ്ങൾ ഒന്നും ഉണ്ടായിട്ടില്ല. പാകിസ്ഥാനിലെ സാധാരണക്കാരായ ആളുകളെ ആക്രമിക്കില്ല എന്ന് തന്നെയാണ് ഇന്ത്യ ആവർത്തിച്ച് നിലപാട് വ്യക്തമാക്കുന്നത്. പാകിസ്ഥാന്റെ അതിർത്തികളെ ബഹുമാനിക്കുന്നു എന്ന് തന്നെയാണ് ഇന്ത്യ ആവർത്തിച്ച് നിലപാട് വ്യക്തമാക്കുന്നത്.